Hello everyone, welcome to a new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ വൺ ഓഫ് ദ പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് കേട്ടോ. യൂണിറ്റിന്റെ പേരാണ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ടേമിന്റെ മീനിങ് എന്താണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ നമുക്ക് എങ്ങനെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം, വാട്ട് ആർ ദ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ്, എന്താണ് സ്കൂൾ ലാംഗ്വേജ്, ഹോം ലാംഗ്വേജ്, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് അതിന്റെ സെക്കൻഡ് സെഷൻ ആണ്. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതായിരുന്നു ഡ്രാമ, അതുപോലെ എസ്സേ റൈറ്റിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതായത് ലാംഗ്വേജിലുള്ള നമ്മുടെ ഒരു എന്താ പറയാ ആ ഒരു ധാരണ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എങ്ങനെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കുറച്ച് ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ വളരെ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ സ്കൂളുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാവരും ഒരു തവണയെങ്കിലും സ്റ്റോറി ടെല്ലിംഗ് അല്ലെ. ഒരു ഓൾഡ് ടെക്നിക്കാണ്, ഒരു ഓൾഡ് വേ ഓഫ് ഇൻക്രീസിങ് ദ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ഇസ് യൂസ്ഡ്. നമ്മൾ എന്താണ് ഓറലി നമ്മൾ ഒരു കഥ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന്റെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യാണ് അല്ലെ. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് it is defined as relating a tale to one or more listeners through voice and gestures. നമ്മുടെ വോയിസിലൂടെ അല്ലെ, നമ്മുടെ ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ജെസ്റ്റേഴ്സിലൂടെ, നമ്മൾ പല ആംഗ്യ ഭാഷ അല്ലെങ്കിൽ ആംഗ്യങ്ങളൊക്കെ കാണിക്കില്ലേ നമ്മൾ സ്റ്റോറി ടെൽ ചെയ്യുമ്പോൾ, അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ വോയിസും അതുപോലെ ജെസ്റ്റേഴ്സും യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് എപ്പോഴും നമ്മുടെ ഓഡിയൻസിലോട്ട് എത്തിക്കുന്നത്. ഇനി ഒരു സ്റ്റോറി നറേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വി ഹാവ് ടു ഐഡന്റിഫൈ ദ ഓഡിയൻസ് ആൻഡ് വാട്ട് ദേ വിഷ് ടു ഹിയർ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എന്ത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലെ. ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരാണ്, കുട്ടികളാണോ അഡൾട്ട്സ് ആണോ ഇരിക്കുന്നത്, കുറച്ച് പ്രായമുള്ള ആളുകളാണോ? നമ്മുടെ ഓഡിയൻസിനെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അവർ എന്ത് നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ സ്റ്റോറി നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ബ്ലെൻഡിങ് ഇമോഷൻസ് വിത്ത് സ്റ്റോറി. നമ്മളൊരു കഥ പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഇമോഷൻസിലെ ആ ഒരു സ്റ്റോറിക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അല്ലെ. അതൊരു എന്താ പറയാ ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ ഫേസ് വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ട് വേണം നമ്മുടെ ഓഡിയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് അതൊരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസിലും നമ്മുടെ ജെസ്റ്റേഴ്സിലും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഇമോഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മുടെ സ്റ്റോറി എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിനെ ബ്ലെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇമോഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, യൂസിങ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റോറീസ് ദാറ്റ് സീം ടു ബി റിയൽ ആൻഡ് റിലേറ്റബിൾ. നമ്മൾ എപ്പോഴും ഒരു സ്റ്റോറി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെ. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കണം. എന്തെങ്കിലും നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും സാധിക്കാത്ത ക്യാരക്ടേഴ്സ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് അത് എത്രത്തോളം കിട്ടിക്കൊള്ളണം നമുക്ക് ഉറപ്പില്ല അല്ലെ. ഓഡിയൻസിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഇറങ്ങി വളരെ താഴ്ചയിൽ ഇറങ്ങി ചെല്ലാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടറും നമ്മൾ എടുക്കുന്ന സ്റ്റോറീസും റിയൽ ആയിരിക്കണം. അത് പെട്ടെന്ന് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. നെക്സ്റ്റ്, സ്റ്റോറീസ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഷോർട്ട്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറീസ് എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെ. ഷോർട്ട് ആയിരിക്കണം എപ്പോഴും. വളരെ ലോങ് ആയിട്ടുള്ള സ്റ്റോറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ലിസണേഴ്സിന് ചിലപ്പോൾ അതൊരു മടുപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കണം, അത് സിമ്പിൾ ആയിരിക്കണം, വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാനും സാധിക്കണം. നെക്സ്റ്റ്, സ്റ്റോറീസ് ആർ ടു ബി ടോൾഡ് യൂസിങ് അപ്രോപ്രിയേറ്റ് വോളിയം, ടോൺ ആൻഡ് ലാംഗ്വേജ് വിത്ത് അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഒരു കഥ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടോൺ, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വോളിയം നമുക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലെ. വളരെ കാമൻ, വളരെ ക്വയറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ട ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അതിന് വളരെ എന്താ പറയാ മിതമായിട്ടുള്ള ഒരു ടോൺ മാത്രം നമ്മൾ ഇട്ടാൽ മതി അല്ലെ. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ജെസ്റ്റേഴ്സ്, വളരെ കൂടുതലായിട്ടുള്ള ഓവർ ജെസ്റ്റേഴ്സ് കൊടുക്കണം എന്നുള്ളതല്ല, ഓവർ ഇമോഷൻസ് കൊടുക്കണം എന്നുള്ളതല്ല. നമ്മുടെ സ്റ്റോറീസ് എന്താണോ അതിന് അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ ജെസ്റ്റേഴ്സും അതുപോലെ ആ ടോണും വോളിയം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോറി ടെല്ലിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി? ഇപ്പൊ എന്താണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇന്റഗ്രേറ്റ്സ് ഓൾ ദ 4 ലാംഗ്വേജ് സ്കിൽസ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള LSRW എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്റ്റോറി ടെല്ലിംഗില് ലിസണിങ് വരുന്നുണ്ട്, റീഡിങ് വരുന്നുണ്ട്, റൈറ്റിംഗ് വരുന്നുണ്ട് അല്ലെ. എല്ലാം കൂടെ എന്താ പറയാ, സ്പീക്കിംഗ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്ട് ആണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഇൻക്രീസസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കൾച്ചർ. നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കൾച്ചറിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ സൊസൈറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും നമ്മുടെ കൾച്ചറിന്റെ വാല്യൂസും നമ്മുടെ നോംസ് എന്തൊക്കെയാന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ഇറ്റ് ഇസ് എ ടൂൾ യൂസ്ഡ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. നമ്മൾ ലാംഗ്വേജ് ടീച്ചിങ് ലാംഗ്വേജ് പഠനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കുട്ടികളിലോട്ട് നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു സ്റ്റോറി എല്ലാം മെനഞ്ഞെടുത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അല്ലെ. സോ വൺ ഓഫ് ദ ഒരു ടൂളാണ് ലാംഗ്വേജ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മോട്ടിവേറ്റ്സ് റിലക്റ്റന്റ് ലേണർ. ഇനി നമ്മൾ എപ്പോഴും എന്താ പറയാ, നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും അതൊരു സ്റ്റോറി രൂപത്തിലെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ അല്ലെങ്കിൽ ലേണറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിട്ട് അവരത് ശ്രദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ റിലക്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, പുറകിലോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ലേണേഴ്സിനെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് ഇത്തരം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ സാധിക്കും. നെക്സ്റ്റ്, മേക്കിംഗ് എ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റോറി ടെല്ലേഴ്സ് ആൻഡ് സ്റ്റോറി റീഡേഴ്സ്. നമ്മൾ എപ്പോഴും ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പറയുന്ന ആളും അത് കേൾക്കുന്ന ആൾക്കും തമ്മിൽ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും അല്ലെ. യെസ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ലാംഗ്വേജ് സ്ട്രക്ചർ, വേർഡ് മീനിങ് എക്സെട്ര. നമ്മൾ എപ്പോഴും ഒരു സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതി, നമ്മുടെ ലാംഗ്വേജ് സ്ട്രക്ചർ എത്രത്തോളം ഉണ്ട്, നമുക്ക് ആ ഒരു വേർഡ് മീനിങ്സിനെ എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു സന്ദർഭം എല്ലാം ഇംപ്രൂവ് ചെയ്യും അല്ലെ. നമ്മളൊരു സ്റ്റോറിയിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു അതർ പ്രാക്ടീസസ് ലൈക്ക് ഡിസ്കഷൻ. ഇനി ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോറി പറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഡീപ്പ് ഡിസ്കഷനിലോട്ടൊക്കെ കടക്കാം. എന്താണ് ആ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് ഉദ്ദേശിച്ചത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളടക്കത്തെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്റ്റർ പോലെ നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് ശേഷം നടത്താവുന്നതാണ്. ചാൻസസ് ഫോർ ഇന്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ. ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് വളരെ ഡീപ്പായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതിലൂടെ കൊളാബറേറ്റ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു ചാൻസ് ആണ് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. സോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഡിസ്കഷൻസ് വരും, ഇന്ററാക്ഷൻസ് വരും, കൊളാബറേഷൻസ് വരും. അതിലൂടെ നമ്മുടെ കൾച്ചറിനെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ലാംഗ്വേജ് സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും ഇതെല്ലാം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിൽ സ്റ്റോറി ടെല്ലിങ്ങിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള നെക്സ്റ്റ് വൺ ഓഫ് ദ മെത്തേഡ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, ഡിബേറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അല്ലെ ഇത്തരം ഡിബേറ്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോ ഇത് വളരെ എന്താ പറയുക, നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്സ്റ്റ് മെത്തേഡ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. എക്സ്ചേഞ്ചിങ് ഐഡിയാസ് എമംഗ് 2 or more people in a face-to-face situation to achieve a
ഗോൾ. രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകളോ ഇരുന്ന് ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് ആൻഡ് സജഷൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കോൺവെർസേഷൻ അബൌട്ട് എ ടോപ്പിക്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടോപ്പിക് ആദ്യം തന്നെ തെരഞ്ഞെടുക്കും അല്ലെ. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടക്കുന്നുണ്ടായിരിക്കുക. ഇഫ് ദ നമ്പർ റീച്ചസ് 5 or 6 എ ലീഡർ ഇസ് നെസസറി. ഇനി നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ 5 അല്ലെങ്കിൽ 6 ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ലീഡറിനെ അസൈൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ആള് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ മുന്നിൽ നിന്നും ലീഡ് ചെയ്യാൻ നമുക്കൊരു ലീഡർ എന്തായാലും ആവശ്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത്. ഇനി വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ക്ലാസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? നമ്മൾ ഇനി ഒരു ക്ലാസ് റൂമിലാണ് ഇത്തരം ഡിസ്കഷൻ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ, എ ടോപ്പിക് ഈസ് ഗിവൺ, ഡിസ്കസ് 20 to 40 minutes. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ക്ലാസ് റൂമിന് ഒരു ടോപ്പിക് കൊടുക്കും അല്ലെ. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് 20 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഓൾ മെമ്പേഴ്സ് ഹാവ് എ ചാൻസ് ടു എക്സ്പ്രസ് ദെയർ ഓൺ ഐഡിയാസ്. ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിക്കും അവരുടെ അഭിപ്രായങ്ങളും സജഷൻസും പറയാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചാൻസ് എല്ലാ മെമ്പേഴ്സിനും കൊടുക്കും. ഓൾ മെമ്പേഴ്സ് ഹിയർ അതേഴ്സ് ഐഡിയ. ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് വ്യക്തികൾക്ക് അവരുടെ ഐഡിയാസ് വളരെ വ്യക്തമായിട്ട് കേൾക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കും. റെസ്പോണ്ട് ടു അതേഴ്സ്, യൂസ് ഹോണസ്റ്റ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. നമ്മൾ മറ്റുള്ളവരോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, വെറൈറ്റി ഓഫ് പോയിന്റ്സ് ഓഫ് വ്യൂ പുട്ട് ഫോർവേഡ്. ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് 5 or 6 ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും അല്ലെ, ഡിഫറെന്റ് പോയിന്റ്സ് ആയിരിക്കും പുട്ട് ഫോർവേഡ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വെറൈറ്റി ഓഫ് പോയിന്റ്സ് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാനും കേൾക്കാനും സാധിക്കും. നോ വൺ ഷാൾ ബി ഡോമിനേറ്റഡ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരാള് ഡോമിനേറ്റ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള പ്രയോറിറ്റി ആയിരിക്കണം ലീഡർ കൊടുക്കേണ്ടത്. ആർഗ്യുമെന്റ് ഷാൾ ബി ബേസ്ഡ് ഓൺ കോണ്ടന്റ്, നോട്ട് ഓൺ പേഴ്സണാലിറ്റി. നമ്മൾ ഇനി പരസ്പരം ആർഗ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മേ ബി നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സജഷൻ ഏതെങ്കിലും മെമ്പർ പറയുമ്പോൾ നമ്മൾ അതിനെ ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും അതൊരു കോണ്ടന്റ് ബേസ്ഡ് ആയിരിക്കണം. ഒരിക്കലും അതൊരു പേഴ്സണാലിറ്റീനെ എഫക്ട് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ അയാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന തരത്തില്, ഹറാസ് ചെയ്യുന്ന തരത്തിൽ ഒരു ആർഗ്യുമെന്റ് നമ്മൾ പറയാൻ പാടില്ല. ക്ലിയർലി അത് കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഈവൻ ഇഫ് ദർ ഇസ് ഡിസഗ്രിമെന്റ്. ഇനി ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിനെയും അവരുടെ മനസ്സിനെയും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കും കൂടെ ഉണ്ടായിരിക്കണം. അവർക്കും ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ അതൊരു ഡിസഗ്രിമെന്റ് ആണെങ്കിൽ പോലും അത് വളരെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. ഒരിക്കലും നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ വ്യക്തിഹത്യ ചെയ്യുന്ന പോലത്തിലുള്ള ഒരു കാര്യം ആവാൻ പാടില്ല. നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒരു കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ്, ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി? നമ്മളിപ്പോ സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഗ്രൂപ്പ് ഡിസ്കഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ്, ഹെൽപ്സ് ടു ഇംപ്രൂവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സജഷൻസ്, നമ്മുടെ ഐഡിയാസ് എല്ലാം നമ്മൾ തുറന്നു പറയുമ്പോൾ അതിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ്, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്. നമ്മൾ ഒരു കൂട്ടത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് യൂസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ക്ലാരിഫൈങ് ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ അഭിപ്രായത്തിനെയും നമ്മുടെ എക്സ്പ്രഷൻസിനെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എൻകറേജസ് ടു സ്പീക്ക് അപ്പ്. നമ്മൾ എന്തായാലും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ
സംസാരിക്കാതെ വേറെ ഒരു നിവർത്തിയില്ല അല്ലെ, നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരും അവരുടെ സജഷൻസ് പറയേണ്ടി വരും. സോ നമ്മൾ എന്തായാലും സ്പീക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെയധികം ഇംപ്രൂവ് ആവും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മെത്തേഡ് ആണ് ഇനി ഡിസ്കസ് ചെയ്ത്. നമ്മൾ ഓൾറെഡി സ്റ്റോറി ടെല്ലിങ്ങും പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും പറഞ്ഞു. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് എൻഹാൻസിങ് ദ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. മിക്കവാറും നമ്മൾ എല്ലാവരും ഇത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ അല്ലെ. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ തമ്മിൽ ഒരു പിയർ ട്യൂട്ടറിങ് ഉണ്ടാവും അല്ലെ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർ നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനെ പിയർ മെന്ററിങ് എന്നും പറയൂ കേട്ടോ. നമ്മുടെ ഇതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്, ഒരുപാട് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് പിയർ മെന്ററിങ് എന്ന് പറയുന്നത്. എ സ്റ്റുഡന്റ് ടീച്ചേഴ്സ് ഹസ് ക്ലാസ്മേറ്റ്. ഒരു കുട്ടി അല്ലെ, നമ്മൾ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവന്റെ ക്ലാസ്മേറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുക. അവൻ അറിയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവന്റെ സഹപാഠിക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പിയർ മെന്ററിങ് എന്ന് പറയുന്നത് കേട്ടോ. എ സ്റ്റുഡന്റ് ഹെൽപ്സ് അതേഴ്സ് ടു ലേൺ ആൻഡ് ഗ്രോ. അറിവുള്ള ഒരു കുട്ടി അല്ലെ, ഓൾറെഡി എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു കുട്ടി തന്റെ ക്ലാസ്മേറ്റ്സിനെ കൂടുതലായിട്ട് വളരാനും ലേൺ ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനെയാണ് പിയർ മെന്ററിങ് അല്ലെങ്കിൽ പിയർ ട്യൂട്ടറിങ് എന്ന് പറയുന്നത്. ഇനി പിയർ ട്യൂട്ടറിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ്, സെക്കൻഡ് വൺ ഇസ് യൂണി ഡയറക്ഷണൽ പിയർ ട്യൂട്ടറിംഗ്, തേർഡ് വൺ ഇസ് റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ്. സോ ഫസ്റ്റ് വൺ ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് എന്താന്ന് നോക്കാം. ദ ഹോൾ ക്ലാസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് ആൻഡ് ട്യൂട്ടർ. ഒരു മുഴുവൻ ഒരു ക്ലാസ്സിനെ എന്താണ് പല ഭാഗങ്ങളായിട്ട് എന്താണ് ടീച്ചർ അതിനെ ഡിവൈഡ് ചെയ്യും. ഓരോ ഗ്രൂപ്പിനും ഒരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെന്ററും ഉണ്ടായിരിക്കും. ഓൾ സ്റ്റുഡൻസ് ആർ ഗിവൺ ടാസ്ക് കാർഡ്സ്. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടിക്കും വ്യക്തമായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക, ഒരാൾ മാത്രം ക്ലാസ് എടുക്കുക എന്നുള്ളതായിരിക്കില്ല. ഒരു ഗ്രൂപ്പിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്കും വ്യക്തമായിട്ടുള്ള ഒരു ടാസ്ക് കാർഡ് ഓൾറെഡി ടീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, നോട്ട് സ്റ്റഡിയിങ് എ ന്യൂ മെറ്റീരിയൽ ഓർ കോൺസെപ്റ്റ് ബട്ട് റിവ്യൂ ഓൾറെഡി ലേൺ. ഈ ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗില് നമ്മൾ ഒരിക്കലും ഒരു പുതിയ മെറ്റീരിയലോ അല്ലെങ്കിൽ കൺസെപ്റ്റോ അല്ല ഇവിടെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഓൾറെഡി കുട്ടികൾക്ക് അറിയുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കില്ലേ, അതായിരിക്കും അവരവരുടെ ടീംമേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. സ്റ്റുഡൻസ് പെയറിംഗ് മേ ചേഞ്ച്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ട്യൂട്ടറിനെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ട്യൂട്ടർ വേണമെങ്കിൽ ലേണർ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറെ ഏതെങ്കിലും നെക്സ്റ്റ് വ്യക്തിയെ നമുക്ക് ട്യൂട്ടർ ആക്കാനൊക്കെ ചെയ്യാം. അങ്ങനെ സ്റ്റുഡന്റ് പെയറിംഗ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും സാധിക്കും. സോ അതാണ് ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് യൂണി ഡയറക്ഷണൽ പിയർ ട്യൂട്ടറിംഗ്. യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാല് ട്രെയിൻഡ് ട്യൂട്ടർ ടീച്ചേഴ്സ് ദ എൻറ്റയർ സെഷൻ ആൻഡ് അതേഴ്സ് ആർ ട്യൂട്ടീസ്. ഓൾറെഡി ട്രെയിനിങ് കൊടുത്ത് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അറിയുന്ന ഒരു ട്രെയിൻഡ് ട്യൂട്ടർ ആയിരിക്കും അവർ എൻറ്റയർ സെഷൻ ടീച്ച് ചെയ്യുന്നതും. ബാക്കിയുള്ള കുട്ടികളെല്ലാം ട്യൂട്ടീസ് ആയിരിക്കും, അതായത് അവർ കേൾവിക്കാരായിരിക്കും. അവർ ഇരുന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ട്യൂട്ടർ ആണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദേ നോ വാട്ട് ഇസ് ദെയർ റോൾ. ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അവരുടെ റോൾ എന്താന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കും. അതാണ് യൂണി ഡയറക്ഷണൽ. യൂണി എന്ന് പറയുമ്പോൾ ഒറ്റ ഡയറക്ഷൻ, ഒരു സെയിം ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ട്യൂട്ടർ, ഒരു ട്രെയിൻഡ് ട്യൂട്ടർ പഠിപ്പിക്കുന്നു, അതേഴ്സ് ആർ ട്യൂട്ടീസ്. ഓക്കെ. നെക്സ്റ്റ്, റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മുടെ ട്യൂട്ടറിന്റെ റോള് കുട്ടികളുടെ ഇടയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബോത്ത് സ്റ്റുഡൻസ് ഇൻ ദ പെയർ ഓൾട്ടർനേറ്റ് ആക്ടിങ് ആസ് എ ട്യൂട്ടർ. ഇപ്പൊ ഒരു 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കുട്ടി മറ്റേ കുട്ടിയെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് പഠിച്ച കുട്ടി ട്യൂട്ടർ ആയിട്ട് അടുത്ത ആളെ പഠിപ്പിക്കും. അങ്ങനെ റെസിപ്രോക്കൽ ആയിട്ട് ഈ ഒരു ട്യൂട്ടറിംഗ് എന്ന് പറയുന്ന റോള് മാറി മറിച്ച് എടുക്കുന്നതിനെയാണ് റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മിക്സ്ഡ് എബിലിറ്റി ഗ്രൂപ്പിംഗ് ഫോളോഡ്. ഇങ്ങനെ ആവുമ്പോൾ എന്താന്ന് വെച്ചാല് നമുക്ക് കേട്ട് പഠിക്കാനും പഠിപ്പിക്കാനുള്ള ഒരു മിക്സ്ഡ് എബിലിറ്റി ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് ആവുമ്പോൾ. മറ്റതിലൊക്കെ ഒരാൾ ട്യൂട്ടർ ആവാം, മറ്റു വിഭാഗം എല്ലാം ട്യൂട്ടീസ് ആയിരുന്നില്ലേ. ഇവിടെ റെസിപ്രോക്കൽ ആവുമ്പോൾ ഒരാൾക്ക് തന്നെ 2 എബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ്. ക്രോസ് ഏജ് എന്ന് പറയുമ്പോൾ അവരുടെ ഏജിനെ കൺസിഡർ ചെയ്യാതെ, ഏജിനെ ഒരു ഫാക്ടർ ആക്കാതെ എടുക്കുന്ന ട്യൂട്ടറിംഗ് ആണ് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഓൾഡർ സ്റ്റുഡന്റ് ട്യൂട്ടർ ആൻഡ് ദ യങ്ങർ സ്റ്റുഡൻസ് ഈസ് ദ ട്യൂട്ടീസ്. വളരെ എന്താ പറയാ, നമ്മുടെ സീനിയർ ജൂനിയർ എന്നൊക്കെ പറയില്ലേ, സീനിയർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ട്യൂട്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. യങ്ങർ ആയിട്ടുള്ള ചെറിയ കുട്ടികൾ എന്താണ്, അവര്
ട്യൂട്ടീസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇരുന്ന് കേൾക്കായിരിക്കും ചെയ്യുക. അതാണ് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെയിം ഏജ് പിയർ ട്യൂട്ടറിങ്. ഇപ്പൊ ക്രോസ് ഏജ് എന്ന് പറയുമ്പോൾ ഓൾഡർ സ്റ്റുഡന്റ് with less advanced സ്റ്റുഡൻസ്. ഇവിടെ ഒരേ പ്രായക്കാരാവുമ്പോൾ തന്നെ നന്നായിട്ട് കൺസെപ്റ്റ് അറിയുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ കുറച്ച് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ബിലോ ആവറേജ് ഇരിക്കുന്ന കുട്ടികളുമായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ മോർ എഫക്റ്റീവ് ആയിരിക്കും അത്. നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രം ഒരു ഗ്രൂപ്പും അല്ലാത്തവരെ മാത്രം ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കുറച്ചുകൂടെ കുറവായിരിക്കും. സോ ഇവരെ തമ്മിൽ പെയർ ചെയ്യുമ്പോൾ ആ ഒരു ക്രോസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി മേ ബി ഓൾട്ടർനേറ്റീവ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെസിപ്രോക്കൽ ആയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ട്യൂട്ടറിനും ട്യൂട്ടിനും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും കേട്ടോ. സെയിം ഏജ് പിയർ ട്യൂട്ടറിങ് ആവുമ്പോൾ അതാണ് പിയർ ട്യൂട്ടറിംഗിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ പിയർ ട്യൂട്ടറിങ് അല്ലെങ്കിൽ മെന്ററിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വളരെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. പരസ്പരം ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, ഡിസൈനിങ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഫഷണൽ ഫോർ ഓൾ. നമ്മൾ ഒരു സ്റ്റുഡന്റ് ആയിരിക്കെ തന്നെ നമുക്കൊരു വേറൊരു പ്രൊഫഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുകയും അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാണ് അല്ലെ. അത് നമ്മളുടെ കോൺഫിഡൻസിന് ഒരുപാട് സെൽഫ് ബൂസ്റ്റ് ചെയ്യും. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് കോച്ചിങ് കോൺഫിഗറേഷൻസ് ടു മാക്സിമൈസ് ലേണിംഗ്. നമ്മുടെ ലേണിംഗ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതും ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോച്ചിങ് കോൺഫിഗറേഷൻ ആണ്, ഒരു കോച്ചിങ് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. അതാണ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാലിബ്രേറ്റിംഗ് ഇൻഡിവിജ്വൽ സ്കിൽസ് ആൻഡ് നീഡ്സ്. നമ്മുടെ ഓരോ വ്യക്തികൾക്കുള്ള സ്കിൽസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ വളരെ കുഞ്ഞിലാവുന്ന സമയത്ത് തന്നെ നമുക്ക് പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സ്കിൽസ് എല്ലാം പല കുട്ടികൾക്കും ഉണ്ടായിരിക്കും. ടീച്ചിങ് സ്കിൽസ് വളരെ കൊച്ചിലെ തന്നെ ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ സ്കിൽസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കിൽസും കാലിബേഴ്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും എല്ലാം ഇത്തരം പിയർ മെന്ററിംഗിലൂടെ സാധിക്കും. യൂസിങ് റിഫ്ലക്ഷൻ ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോച്ചിങ്. മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു റിഫ്ലക്ഷൻ, നമ്മൾ മറ്റുള്ളവരെ ഒരു കൺസിഡറേഷൻ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ കോച്ചിങ് വളരെ വ്യക്തമായിരിക്കണം എന്നും അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ള ഒരു ധാരണ, ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നെക്സ്റ്റ്, പ്രൊവൈഡിങ് ഡിസ്ക്രിപ്റ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് കൊടുക്കാനും പ്രൊവൈഡ് ചെയ്യാനും എല്ലാം സാധിക്കും അല്ലെ. നമ്മുടെ ക്ലാസ്, ട്യൂട്ടറിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ട്യൂട്ടീസിന് അത് എത്രത്തോളം മനസ്സിലായി എന്നിങ്ങനത്തെ ഫീഡ്ബാക്ക് പ്രൊവൈഡിങ് നമുക്ക് ഈ ഒരു പിയർ മെന്ററിംഗിന് ശേഷം കൊടുക്കാൻ. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ളത് വേറെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് കേട്ടോ. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സ്പെസിഫിക് റോൾ ടേക്കിംഗ് ഉണ്ടാവും അല്ലെ. ഒരാള് ട്യൂട്ടർ ആണെങ്കിൽ മറ്റൊരാള് ട്യൂട്ടി ആണെന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റോള് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. ചിൽഡ്രൻസ് ആർ പെയർഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് കൺസിഡറേഷൻ. നമ്മൾ കുട്ടികളെ പെയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ട് അറിയുന്ന കുട്ടികളെ നമ്മൾ കുറച്ച് എന്താ പറയാ ബിലോ ആവറേജ് കുട്ടികളുമായിട്ട് നമ്മൾ പെയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയാ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഫോർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. നമ്മളെ ട്യൂട്ടറും അതുപോലെ തന്നെ ട്യൂട്ടീസും തമ്മിൽ ആ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ബോത്ത് സ്റ്റുഡൻസ് ഇൻ ദ പെയർ എക്സ്പീരിയൻസ് കോഗ്നിറ്റീവ് ചാലഞ്ചസ്. ഇനി ഒരു പെയറിൽ രണ്ടാളുകൾ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളും അത് കേൾക്കുന്ന ആൾക്കും ഒരേപോലെ തന്നെ പലതരത്തിലുള്ള ചാലഞ്ചസ് ഇൻ ബിറ്റ്വീൻ ഫേസ് ചെയ്യാം. ഓക്കെ, യൂഷ്വലി ടൈം ലിമിറ്റഡ് ഇന്റർവെൻഷൻസ്. നമ്മൾ ഇങ്ങനത്തെ പിയർ ട്യൂട്ടറിംഗ് എല്ലാം നമ്മൾ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ടൈം ലിമിറ്റഡ് ആണ്. നമുക്ക് അതിന് ഒരുപാട് കൂടുതൽ പീരിയഡ്സോ അല്ലെങ്കിൽ ഹവേഴ്സോ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. യൂഷ്വലി ടൈം ലിമിറ്റഡ് ആയിരിക്കും അത്. നെക്സ്റ്റ്, ട്രെയിനിങ് ഫോർ പെയർ ഇൻ ദ ടെക്നിക്.
നമ്മൾ ഇത്തരം ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. നമ്മൾ വെറുതെ ഒരു ട്യൂട്ടറിനെയും ട്യൂട്ടിനെയും സെലക്ട് ചെയ്യാതെ ഒരു പെയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വ്യക്തമായിട്ട് ട്യൂട്ടർ ആരാണ്, ട്യൂട്ടി ആരാണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഒരു പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ആയി തീരുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്? പിയർ ട്യൂട്ടറിംഗിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് സ്കിൽ പ്രാക്ടീസ്. നമ്മുടെ സ്കില്ല് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അബൌട്ട് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, എറേഴ്സ് ആർ കറക്റ്റഡ്. ഇനി ഇൻ കേസ് നമ്മുടെ ട്യൂട്ടറിംഗിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, എഫക്റ്റീവ് ലേണിംഗ് ബിഹേവിയർസ് മോഡൽഡ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ടെക്നിക്കാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അത് പ്രത്യേകിച്ച് നമ്മുടെ പിയേഴ്സ് തമ്മിലുള്ള ട്യൂട്ടറിംഗ് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ലാംഗ്വേജിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു രീതിയായിരിക്കും അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അവിടെ സാധ്യമാവുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് ഫോർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമുക്ക് നമ്മുടെ സഹപാഠിന് അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടീസിന് ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, ഡെവലപ്സ് ഇൻസൈറ്റ് ഇൻ ടു ലേണിംഗ്. നമ്മുടെ ലേണിംഗ് വളരെ ക്വാളിറ്റി ഉള്ളതും ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോഷ്യലി ഇൻക്ലൂസീവ് ആണ് അല്ലെ. നമ്മള് ഉൾവലിഞ്ഞു നിൽക്കാതെ നമ്മുടെ സൊസൈറ്റിയിലോട്ട് നമുക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് ആരോ ആയിക്കോട്ടെ അവർക്ക് നമുക്ക് ഒരു ബാരിയറും ഇല്ലാതെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബാരിയറോ ഒന്നും ഇല്ലാതെ നമുക്ക് സോഷ്യലി അവരോടെല്ലാം ഇന്ററാക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, ഹൈലി കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെ. നമ്മൾ വെറുതെ കുറെ ട്യൂഷനൊക്കെ പോയി പൈസ കളയാതെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളെ പഠിപ്പിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ പിയർ ട്യൂട്ടറിംഗ് കോസ്റ്റ് എഫക്റ്റീവ് അല്ലേ. നമുക്ക് വേറെ അവിടെ ഒരു ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നെക്സ്റ്റ്, ഡെവലപ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതിലൂടെ ഇംപ്രൂവ് ആവുന്നുണ്ട് കേട്ടോ, പിയർ ട്യൂട്ടറിംഗിലൂടെ. ഓക്കെ, നമ്മൾ ഒരാളെ പഠിപ്പിക്കുകയാണല്ലോ, സോ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വളരെയധികം ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിൽ വരുന്നത്. ഡ്രാമ ഇസ് വൺ ഓഫ് ദ മെത്തേഡ്, എസ്സേ റൈറ്റിംഗ് അനദർ മെത്തേഡ് ആണ്, പിന്നെ സ്റ്റോറി ടെല്ലിംഗ്, പിയർ ട്യൂട്ടറിംഗ്, ഇതെല്ലാമാണ് നമുക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് ടെക്സ്റ്റ് സ്ട്രക്ചർ. ഇനി നമ്മള് സ്കൂളില് ഡീൽ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് വളരെ എല്ലാം പലതരത്തിലുള്ള ടെക്സ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെ നേച്ചറിലുള്ള ടെക്സ്റ്റ് ബുക്ക് സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ സെൻട്രൽ ഐഡിയ. ഈ എക്സ്പോസിറ്ററി ടെക്സ്റ്റിൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാല് നമ്മുടെ ഒരു കോർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഫോർമേഷൻ ഉണ്ടാവും അല്ലെ. ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തരുന്നുണ്ടാവും. എന്താണോ ടോപ്പിക് അതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, മേക്കിംഗ് ക്ലിയർ ദ ഇന്നർ മീനിങ് ഓഫ് കോംപ്ലക്സ് ഐഡിയാസ്. ഇനി എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇറങ്ങി ചെന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ ഡിസെക്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പമാക്കി തരുന്ന ടൈപ്പ് ഓഫ് ഒരു ടോക്കിംഗ് ആയിരിക്കും ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റേസിംഗ് ദ ലെവൽ ഓഫ് ലേണിംഗ് ഫ്രം കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ടു അബ്സ്ട്രാക്ട് ഐഡിയാസ്. നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് ലേണിംഗിനെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഒരു ഒബ്ജക്ട്സിൽ നിന്നും അതിന് വലിയ വലിയ അബ്സ്ട്രാക്ട് ഐഡിയാസ് പഠിപ്പിക്കാൻ തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മെയിൻലി എയിം ടു ഡിസെമിനേറ്റ് ഇൻഫോർമേഷൻ. ഡിസെമിനേറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇൻഫോർമേഷൻസിന് സ്പ്രെഡ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് റിയൽ വേൾഡ്. നമ്മുടെ റിയൽ വേൾഡിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ടോ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഫാക്റ്റും അതിന്റെ ഐഡിയാസും എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്
ഈ എക്സ്പോസിറ്ററി ടെക്സ്റ്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും ഒരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് ആണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലേണർക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് ഇസ് നെറേറ്റീവ്. നെറേറ്റീവ് എന്ന് പറയുന്നത്, നെറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റോറി ടെല്ലിംഗ് പോലെയാണ് അല്ലെ. മോസ്റ്റ്ലി ഇത് സ്റ്റോറീസ് ആയിരിക്കും അത്തരം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക. ബേസിക് പർപ്പസ് ഇസ് ടു എന്റർടൈൻ ആൻഡ് ഹോൾഡ് റീഡേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത്തരം നെറേറ്റീവ് ടെക്സ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റീഡേഴ്സിനെ എന്റർടൈൻ ചെയ്യുക അല്ലെ, അവർക്ക് ഹാപ്പി ആയിട്ടുള്ള മൂഡ് പ്രൊവൈഡ് ചെയ്യുക, അവരെ രസിപ്പിക്കുക, അവരെ ചിരിപ്പിക്കുക, അങ്ങനത്തെ ഒരു എയിമാണ് നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്കിന് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, presenting one's past experience, describing a new ordered sequence. Maybe narrative textile സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആരുടെയെങ്കിലും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നതായിരിക്കാം. അതൊരു പുതിയ രീതിയിൽ പഴയ എക്സ്പീരിയൻസിനെ പ്രസന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആണ് നെറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ മെയിൻലി സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. നമ്മുടെ റീഡറിനെ രസിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് ആണ് നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്കിനുള്ളത്. ഇതിനൊരു കമ്പാരിസൺ ആണ്. എക്സ്പോസിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ്. മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ റീഡറിനെ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്പോസിറ്ററി ടെക്സ്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ടെക്നിക്കൽ വേർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്കിലാവുമ്പോൾ നമ്മൾ കൂടുതൽ പിക്ചേഴ്സ് ആയിരിക്കും ആ ഒരു ടെക്സ്റ്റിൽ ഉണ്ടാവുക. പല ഡിഫറെന്റ് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന വ്യക്തമാക്കുന്ന ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് ആണ് നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചർ ആയിരിക്കും. മറിച്ച് നെറേറ്റീവ് ആവുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ റീഡറിനെ ഇൻട്രസ്റ്റ് ആക്കുക എന്നുള്ളതാണ് അല്ലെ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആൻഡ് ഐഡിയോളജീസ് ആയിരിക്കും നെറേറ്റീവ് ടെക്സ്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്? ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു കോസ് ആൻഡ് എഫക്ട്. അതായത് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു അല്ലെ. എഫക്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് എന്നുള്ളതിനൊക്കെ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നറേറ്റീവ് എന്ന് പറയുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റിനൊന്നും വളരെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. വളരെ റീഡേഴ്സിനെ ചിരിപ്പിക്കുന്നതും അവർക്ക് താല്പര്യം ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ ഒക്കെ നോവലോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ടാർഗറ്റ്. നെക്സ്റ്റ്, ഇൻസിഡൻസ് ആൻഡ് ഐഡിയാസ് നീഡ് നോട്ട് ബി ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. എക്സ്പോസിറ്ററി ടെക്സ്റ്റിൽ കൊടുക്കുന്ന പല ഇൻസിഡൻസും ഐഡിയാസും മേ ബി അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് പറയുന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നറേറ്റീവ് ടെക്സ്റ്റ് ആവുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റോറി ആയിക്കോട്ടെ നോവൽ ആയിക്കോട്ടെ കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്തായാലും ഫോളോ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് റീഡേഴ്സിനൊന്നും മനസ്സിലാവില്ല. സോ നറേറ്റീവ് ടെക്സ്റ്റിൽ മെയിൻലി ഒരു ക്രോണോളജിക്കൽ ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യും. എക്സ്പോസിറ്ററിയിൽ അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇൻസിഡൻസും ഐഡിയാസും എല്ലാം അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവര് ബിൽഡ് ചെയ്തിട്ടുള്ള പോലെ ആയിരിക്കും അതിന്റെ ഓർഡർ കിടക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് അബൌട്ട് എക്സ്പോസിറ്ററി ആൻഡ് നറേറ്റീവ് ടെക്സ്റ്റ്. നെക്സ്റ്റ്, ട്രാൻസാക്ഷണൽ ആൻഡ് റിഫ്ലക്സീവ് ടെക്സ്റ്റ് എന്തൊക്കെയാണുള്ളത് നോക്കാം കേട്ടോ. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ തന്നെ ഉണ്ട് കണ്ടിന്യൂസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് അല്ലെ. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഐഡിയാസിനെ നമ്മുടെ സജഷൻസിനെ രണ്ട് വ്യക്തികൾക്കിടയിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെ. നമ്മൾ നമ്മുടെ ഐഡിയാസും സജഷൻസും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ലെറ്റേഴ്സിന്റെ രൂപത്തിലാവാം, ഇമെയിൽ ആവാം, മേ ബി കോൺവെർസേഷൻ ആവാം. സോ ഐദർ ഇൻ ദ ഫോം ഓഫ് ഗിവിംഗ് എ റെസ്പോൺസ് ബൈ എ പേഴ്സൺ ഓർ ഇനീഷ്യേറ്റിംഗ് അതേഴ്സ് ടു റെസ്പോണ്ട്. സോ ഇത്തരം ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു റെസ്പോൺസ്, നമ്മുടെ ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു റെസ്പോൺസ് പോലെ ആയിരിക്കും അത്തരം ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ തരത്തിലുള്ള ടെക്സ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ ആ ഒരു ടെക്സ്റ്റിൽ പ്രധാനമായിട്ടും പല കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ്. ആ ഒരു വേർഡിൽ തന്നെ ട്രാൻസാക്ഷൻ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ്.
റിഫ്ലക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫോക്കസ്ഡ് മോർ ഓൺ ദ തോട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ചിന്തയെയും അവരുടെ ഇമോഷൻസിനൊക്കെ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കവർ, എക്സാമിൻ ആൻഡ് ക്രിട്ടിക് വൺസ് ക്ലെയിംസ് ആൻഡ് അസംഷൻസ്. ഒരു വ്യക്തിയുടെ ക്ലെയിമിനെ അവരെന്ത് ക്ലെയിം ചെയ്യുന്നു, അവരെന്ത് എന്താ പറയുക വ്യക്തമാക്കും എന്തൊക്കെയാണ്, ഇതിനെ വളരെ പ്രോപ്പർ ആയിട്ട് എക്സാമിൻ ചെയ്യുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, ഇതെല്ലാമാണ് റിഫ്ലക്റ്റീവ് ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കുക. റിഫ്ലക്ട് അപ്പോൺ എ ഡാറ്റ ഓർ ഐഡിയ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റനെയോ അല്ലെങ്കിൽ ഐഡിയനെയോ വളരെ വ്യക്തമായിട്ട് റിഫ്ലക്ട് ചെയ്ത് മനസ്സിലാക്കി ആ തോട്ട്സ്, മറ്റുള്ളവരുടെ തോട്ട്സിനെ എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമോഷൻസിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, what is reading comprehension and developing skills of reading comprehension? എന്താണ് റീഡിംഗ് ആൻഡ് വാട്ട് ഇസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ what is reading? So ability to decode the letters in printed form. റീഡിംഗ് എന്ന് പറയുന്നത് എന്താ? വായിക്കാനുള്ള സ്കില്ലാണ് അല്ലെ, വായിക്കാനുള്ള കേപ്പബിലിറ്റി ആണ്. സോ പ്രിന്റഡ് ഫോമിൽ വരുന്ന ഏത് ലെറ്റേഴ്സിനെയും അത് ഡീകോഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി അത് വായിക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ റീഡിംഗ് അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അക്വസിഷൻ ഓഫ് ഡീകോഡിംഗ് സ്കിൽസ്. അക്വയർ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുക അല്ലെ, നമ്മൾ പല കാര്യങ്ങളും അതിന് അക്വയർ ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റഡ് ഫോമിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളെയും ആ ലെറ്ററിനെയും വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് നമുക്ക് ഡീകോഡ് ചെയ്ത് വായിച്ചെടുക്കാനുള്ള ആ ഒരു സ്കില്ലാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റീഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് മീനിങ്. നമ്മൾ എന്തൊരു പ്രിന്റഡ് ഫോം, എന്ത് കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്യുമ്പോഴും അത് വ്യക്തമായിട്ട് അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് അല്ലെ. അതിനാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയാം. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഹിൻഡർ റീഡിംഗ് കോംപ്രിഹെൻഷൻ? നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഡെഫിഷ്യൻസി ഇൻ ദ സ്കിൽ ഓഫ് ഡീകോഡിംഗ് ലെറ്റേഴ്സ് ആസ് സൗണ്ട്സ്. ഇനി വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് നമുക്ക് ആ പ്രിന്റഡ് ഫോമിൽ അല്ലെങ്കിൽ ലെറ്റേഴ്സിൽ ഉള്ള സൗണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഡീകോഡ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പ്രീവിയസ് നോളേജ് ഓഫ് വേർഡ് മീനിങ്. നമ്മൾ പ്രിന്റഡ് ഫോമിൽ വായിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. മേ ബി അത് എന്തെങ്കിലും സ്റ്റോറിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിലെ വേർഡ് മീനിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയോ ഇല്ലെങ്കിൽ നമുക്ക് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല അല്ലെ. സോ വേർഡ് മീനിങ് എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഒരു പ്രീവിയസ് നോളേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് ഒരു തരത്തിലും കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ്, മിനിമം ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. നമ്മുടെ ലാംഗ്വേജ് ക്വാളിറ്റി അല്ലെങ്കിൽ ലാംഗ്വേജിൽ നമുക്കുള്ള ഒരു പ്രൊഫിഷ്യൻസി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ്, പുവർ റീഡിംഗ് സ്കിൽസ്. വായിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം അല്ലെ. ഇൻഎബിലിറ്റി ടു പ്രൊനൗൺസ് വേർഡ്സ്. നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രിന്റഡ് ഫോമിലുള്ള വേർഡ്സിന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയാതിരിക്കുക. അതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. നോ ഇൻവോൾവ്മെന്റ് ഇൻ നോയിങ് ത്രൂ റീഡിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോൾ നമ്മൾ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ വായിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ? ഒന്നും ലഭിക്കില്ല. സോ ഇൻവോൾവ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആ ഇൻവോൾവ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പേഷ്യൻസ്. എന്തൊരു കാര്യം നമ്മൾ റീഡ് ചെയ്യുമ്പോഴും ക്ഷമ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവണം. ആ പേഷ്യൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ വിൽ ബി വെരി ഡിഫിക്കൽട്ട്. നെക്സ്റ്റ്, ടഫ് വേർഡ്സ് യൂസ്ഡ്. നമ്മൾ വായിക്കുന്ന ആ ഒരു പ്രിന്റഡ് ഫോമിൽ വളരെ ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് ഒരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ റീഡിംഗ് ഒരു തരത്തിലുള്ള ക്വാളിറ്റി നമുക്ക് വരുത്തില്ല അല്ലെ. സോ റീഡിംഗ് കോംപ്രിഹെൻഷന് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും വരാവുന്ന കുറച്ച് ഹിൻഡേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് റീഡ് ഫ്ലുവൻലി. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ വളരെ ഫ്ലുവന്റ് ആയിട്ട് റീഡ് ചെയ്യിപ്പിക്കാൻ ആസ് എ ടീച്ചർ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി
പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രീവ്യൂയിങ് അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മളൊരു ടോപ്പിക് എടുക്കുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ കുട്ടികളെ കൊണ്ട് തന്നെ ആ ഒരു ടൈറ്റിൽ റിവ്യൂ ചെയ്യിപ്പിക്കുക, അതിന്റെ ഫോട്ടോസ് അതിന്റെ കോണ്ടന്റ് എല്ലാം അവരെ കൊണ്ടൊന്ന് പ്രീവ്യൂ ചെയ്യിപ്പിക്കുക. അവരൊന്ന് അതൊക്കെ ഒന്ന് റീഡ് ചെയ്യട്ടെ, അവരൊന്ന് മനസ്സിലാക്കി എടുക്കട്ടെ. അതിൽ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും പ്രീവ്യൂയിങ്ങിലൂടെ. നെക്സ്റ്റ് ഇസ് പ്രെഡിക്റ്റിംഗ് അല്ലെ. നമ്മൾ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെ, ആ കണ്ടന്റ് എന്തായിരിക്കും, ഈ ഒരു സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടായിരിക്കും, ഇതിന്റെ ഒരു സമ്മറി ഏത് ടൈപ്പ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ ആദ്യം തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കുക. അപ്പൊ അവരത് കുറച്ചും കൂടെ അവരുടെ ആ ഒരു ഫ്ലുവൻസിയും റീഡിങ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും. നെക്സ്റ്റ് വൺ സ്കിമ്മിങ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് ക്വിക്ക് റീഡിങ് ടു ഗെറ്റ് മെയിൻ ഐഡിയ. അതായത് ഒരു വലിയ സ്റ്റോറി ആണെങ്കിൽ പോലും അതിനൊരു ക്വിക്ക് റീഡിങ് ചെയ്തിട്ട് അതിന്റെ മെയിൻ ഐഡിയ എന്താന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് പരതി തെരഞ്ഞെടുത്ത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ സ്കാനിങ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസിങ് ടു ലൊക്കേറ്റ് സ്പെസിഫിക് കോണ്ടന്റ്. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടന്റ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഗ്ലാൻസ് ചെയ്ത് പോവാ അല്ലെ, കണ്ണ് ഓടിച്ചു വിടാന്നൊക്കെ പറയില്ല. അതിനാണ് ഗ്ലാൻസിങ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ഒരു കോണ്ടന്റ് എന്താണോ അതിലൂടെ പെട്ടെന്ന് കണ്ണ് ഓടിച്ച് വിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്യാം, മൊത്തത്തിൽ എന്താണ് ആ ഒരു ചാപ്റ്റർ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഗെസ്സിങ് ഫ്രം ടെക്സ്റ്റ്. അതായത് നമ്മള് മീനിങ്ങില് നമ്മുടെ ടൈറ്റിലിന്റെ ഒരു വേർഡിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥത്തിൽ നിന്നോ പല കാര്യങ്ങളും ഗെസ് ചെയ്യാൻ അവരെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് സമ്മറൈസിങ് ആൻഡ് പാരാഫ്രേസിങ്. അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതുപോലെ തന്നെ പാരാഫ്രേസിങ് എല്ലാം ചെയ്യിപ്പിക്കുക. ഏതെങ്കിലും ഒരു കുട്ടീനെ നമ്മൾ മുന്നിലോട്ട് വിളിച്ചു വരുത്തി അതിന് സമ്മറൈസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സമ്മറൈസ് ചെയ്യാൻ പറയാം. അപ്പൊ ഇതിലെല്ലാം ഈ എല്ലാ സ്ട്രാറ്റജീസിലൂടെ നമുക്ക് അവരുടെ റീഡിങ് കുറച്ചും കൂടെ ഫ്ലുവന്റ് ആക്കാൻ സാധിക്കും, അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും സാധിപ്പിക്കും. സോ ആസ് എ ടീച്ചേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇത്. ഈ പ്രീവ്യൂയിങ്ങും പ്രെഡിക്റ്റിങ്ങും എല്ലാം കുട്ടികളെ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലാസ് റൂമിൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. So that is about strategies to help fluently. Okay, next topic എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. നമുക്ക് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. 1 second. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടികളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമ്മളൊരു ചെറിയൊരു സ്റ്റിക്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഗ്ലൂ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഫ്ലാഷ് കാർഡ്സ് പെട്ടെന്ന് അവരെ സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. സോ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, സ്പെല്ലിംഗ് കാർഡ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഇത്തരം കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷൻ നമുക്ക് പെട്ടെന്ന് സീക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്തരം സ്പെല്ലിംഗ് കാർഡ്സിലൂടെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ സ്പെല്ലിംഗ് പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഉണ്ടാവാനും അവരൊരിക്കലും അത് മറന്നു പോകാനുള്ള ഒരു ചാൻസ് ഇല്ല. സോ ഇത്തരം ഫ്ലാഷ് കാർഡ്സും സ്പെല്ലിംഗ് കാർഡ്സും എല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ് റീഡിംഗ് വിത്ത് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. ഇനി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു വേർഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്നുള്ളത് ആസ് ടീച്ചർ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് പിന്നീട് അവർ ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രോപ്പർ ആയിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം കുട്ടികൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഗീവ് എക്സ്പ്ലനേഷൻ ഫോർ ദ ന്യൂ വേർഡ്സ്. അവർ പുതിയ വേർഡ്സ് എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക കേട്ടോ. എന്താണ് ആ ഒരു വേർഡ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നെക്സ്റ്റ് സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു ഫ്രെയിം ന്യൂ സെന്റൻസ് വിത്ത് ന്യൂ വേർഡ്സ്. ഇനി അവർ പുതിയ വേർഡ്സ് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ വേർഡ് ഫ്രെയിം ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ കുട്ടികളോട് നമ്മൾ ആവശ്യപ്പെടുക. ഓക്കെ, അപ്പൊ അവർക്ക് അതെല്ലാം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരൊരിക്കലും പിന്നെ ആ ഒരു വേർഡ് മറക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ പുതിയൊരു വേർഡ് പഠിക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷനും കൊടുക്കാം, കുട്ടികളോട് ഒരു പുതിയ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനും നമ്മൾ ആവശ്യപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് ഗീവ് എക്സസൈസ് ലൈക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സസ്. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, പുതിയ വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് അവർക്ക് എക്സസൈസും കാര്യങ്ങളും കൂടുതൽ എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുക. ഗിവ് ട്രെയിനിങ് ടു റീഡ് എലൗഡ്.
ഉച്ചത്തിൽ റീഡ് ചെയ്യാൻ അല്ലെ, വളരെ എന്താ പറയാ ലൗഡ് ആയിട്ട് റീഡ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആസ് എ ടീച്ചർ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഗീവ് ട്രെയിനിങ് ഫോർ സൈലന്റ് റീഡിങ്. ഇനി ലൗഡ് മാത്രമല്ല, സൈലന്റ് ആയിട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നെക്സ്റ്റ്, യൂസ് ബുള്ളറ്റിൻ ബോർഡ് ടു ഡിസ്പ്ലേ ഹെഡ്ലൈൻസ്. ഇനി വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ് ആയിട്ട് അവർക്ക് എഴുതി കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, അത് അവര് കാണാതിരിക്കില്ല, പെട്ടെന്ന് അവർക്ക് അത് നോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, പ്രൊവൈഡ് ഫെസിലിറ്റേറ്റിംഗ് എൻവയോൺമെന്റ് ടു ആസ്ക് ഡൗട്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചോദിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരു പേടിയും ഇല്ലാതെ നമ്മളടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനുള്ള ഒരു തരത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആസ് എ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് സാധിക്കണം. നെക്സ്റ്റ് ഇസ് പ്രൊമോട്ട് ഗ്രൂപ്പ് റീഡിങ്. ഗ്രൂപ്പ് ആയിട്ട് ക്ലാസ് റൂമിൽ റീഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൂടെ അവരുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് സ്കിൽസ്. ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബേസിക് ലാംഗ്വേജസ് ആണ് LSRW എന്ന് പറയുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ്. ഇതിനെ തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ലിസണിങ് ആൻഡ് റീഡിംഗ് ഉണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നതും അതുപോലെ തന്നെ വായിക്കുന്നതും, ഇത് രണ്ടും റിസെപ്റ്റീവ് സ്കിൽസ് ആണ് കേട്ടോ. ലിസണിങ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് റിസെപ്റ്റീവ് സ്കില്ലാണ്. അതുപോലെ തന്നെ റിസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഇൻടേക്ക് ആണ്. നമ്മൾ ഇൻഫോർമേഷൻസിനെ ഇൻടേക്ക് ചെയ്യുക, ലിസൺ ചെയ്യുക, റീഡ് ചെയ്യുക, അതൊക്കെ ഇൻടേക്കിംഗ് ആണ്. പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുന്നതിനെയാണ് പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ് അല്ലെ, നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കുന്നതാണ് റൈറ്റിംഗ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റൈറ്റിംഗ്, അതുപോലെ തന്നെ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് മീനിങ് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് ഇൻടേക്കിംഗ്, പ്രൊഡ്യൂസിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ്, സ്പീക്കിങ്ങും അതുപോലെ തന്നെ ലിസണിംഗ് എന്ന് പറയുന്ന ഓറൽ സ്കിൽസ് ആണ് അല്ലെ. സ്പീക്കിംഗ് നമ്മൾ ഓറലി ചെയ്യുന്ന കാര്യമാണ്. റിട്ടൺ സ്കിൽസിൽ വരുന്നതാണ് റീഡിങ്ങും അതുപോലെ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ലാംഗ്വേജ് സ്കിൽസ്, ഇതിൽ ഏതൊക്കെയാണ് റിസെപ്റ്റീവ്, പ്രൊഡക്റ്റീവ്, അതുപോലെ തന്നെ ഓറൽ, റിട്ടൺ എന്നുള്ളത് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, ഇനി റിസെപ്റ്റീവ് സ്കിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിസണിങ്ങും അതുപോലെ തന്നെ റീഡിങ്ങും റിസെപ്റ്റീവ് സ്കില്ലാന്ന് നമ്മൾ പറഞ്ഞു. ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സൗണ്ട് സിംബൽസിനെ റിസീവ് ചെയ്യാണ് അല്ലെ. നമ്മൾ പല കാര്യങ്ങളും മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് പല സൗണ്ട് സിംബൽസിനെ റിസീവ് ചെയ്യുന്നതിനെയാണ് ലിസണിങ് സ്കിൽസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, പാസീവ് ലിസണിങ് ഉണ്ട്. എന്താണ് ആക്റ്റീവ് ലിസണിങ്? എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്താണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്? ആക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡിൽ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ ആക്റ്റീവ് ലിസണിങ് എന്താന്നുള്ളത്? ഓക്കെ, ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അറ്റൻഷനും ഫോക്കസും കൊടുക്കേണ്ട ലിസണിങ് ആണ് കേട്ടോ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കണം അല്ലെ. നമുക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു അറ്റൻഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ലിസൺ ചെയ്യുന്നത്. സോ ആക്റ്റീവ് ലിസണിങ് ആണ് അവിടെ ചെയ്യുന്നത്. സോ പാസീവ് ലിസണിങ് എന്തായിരിക്കും? Any idea? Passive listening, Fairuza? ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആകാതെ ചെയ്യുന്നു. യെസ്, നമ്മൾ ആ ഒരു ഫോക്കസ് ആൻഡ് അറ്റൻഷൻ അത്രത്തോളം കൊടുക്കാതെ വളരെ മിനിമൽ ആയിട്ടൊരു ഫോക്കസും അറ്റൻഷനും മാത്രം കൊടുത്തിട്ടുള്ള ലിസണിങ്ങിനെയാണ് നമ്മൾ പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. സോ ആക്റ്റീവ് വളരെ കൂടുതൽ അറ്റൻഷൻ വേണ്ടതാണ്. പാസീവ് എന്ന് പറയുന്നത് ലെസ് ഫോക്കസ് മാത്രം, നമ്മൾ ചുമ്മാ ഇരുന്ന് ഇതിലൂടെ കേട്ടതിലൂടെ വിടാന്ന് പറയില്ലേ, അതിനെയാണ് പാസീവ് ലിസണിങ് എന്ന് പറയാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ ടീച്ചിങ് എഫക്റ്റീവ് ലിസണിങ്. എഫക്റ്റീവ് ലിസണിങ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടോപ്പ് ഡൗൺ സ്ട്രാറ്റജി. ഈ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിസണർ ബേസ്ഡ് ആണ്. അതായത് നമ്മളെ മുന്നിലിരിക്കുന്ന ലിസണർ, കേൾവിക്കാർ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്, അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ലിസണിങ് ഫോർ ദ മെയിൻ ഐഡിയ പ്ലസ് പ്രെഡിക്റ്റിംഗ് പ്ലസ് ഡ്രോയിങ് ഇൻഫറൻസ് പ്ലസ് സമ്മറൈസിങ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെയിൻ ഐഡിയ എന്താന്നുള്ളത് ആദ്യം നമ്മൾ ലിസൺ ചെയ്യും. അതിനെ കുറിച്ച് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ കുട്ടികളോട് പറയും.
ഒരു കൺക്ലൂഷനിലോട്ടും ഒരു സമ്മറൈസ് ചെയ്യുന്ന തരത്തിലോട്ട് അവരെ നമ്മൾ എത്തിക്കുന്ന രീതിയാണ് ടോപ്പ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ അവരെ കൊണ്ട് തന്നെ പ്രൊഡിക്ഷനും ഇൻഫറൻസും സമ്മറൈസിങ്ങും എല്ലാം ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ടോപ്പ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ബോട്ടം അപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ്, where listeners make use of their linguistic knowledge to understand the information. Bottom up strategy mainly text based ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ ലിസണേഴ്സ് എന്ത് ചെയ്യും, അവരുടെ തന്നെ സെൽഫ് ആയിട്ടുള്ള നോളേജ് യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഇൻഫോർമേഷൻസിനെ മനസ്സിലാക്കിയെടുക്കുന്ന സ്ട്രാറ്റജിയാണ് ബോട്ടം അപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് റിസെപ്റ്റീവ് സ്കിൽസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് റീഡിംഗ് സ്കിൽ അല്ലെ. നമ്മൾ റീഡിംഗ് സ്കില്ലും വൺ ഓഫ് ദ റിസെപ്റ്റീവ് സ്കിൽ തന്നെയാണ്. റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റഡ് ലെറ്റേഴ്സിലുള്ള കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റെപ്സ് ആയിട്ട് വരുന്ന വേർഡ് റെക്കഗ്നിഷൻ, വേർഡ്സ് മനസ്സിലാക്കുക, അതിന്റെ മീനിങ്സിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക, ഇന്റഗ്രേറ്റിംഗ് ദ കോംപ്രിഹെൻഡ് വേർഡ്സ് ടു മേക്ക് മീനിങ് ഫുൾ സെന്റൻസസ്. അതായത് ഓരോ വേർഡ്സും എന്താന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റുക. ഡെവലപ്പിംഗ് എ ബാക്ക്ഗ്രൗണ്ട് നോളേജ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും റീഡ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. യെസ്. നെക്സ്റ്റ് ഈസ് യൂസിങ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ടു കൺസ്ട്രക്ട് മീനിങ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോ ഒരു കാര്യം വായിച്ച് അതിന്റെ മീനിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ മീനിങ്സിനെ കൺസ്ട്രക്ട് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഇംപ്രൂവിംഗ് ദ സ്പീഡ് ഓഫ് റീഡിംഗ്. റീഡിംഗ് സ്പീഡ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരുപാട് വായനയിലൂടെ നമ്മൾ റീഡിംഗ് സ്കിൽസ് അല്ലെങ്കിൽ റീഡിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക. മേക്കിംഗ് റീഡിംഗ് എ ജോയ്ഫുൾ അഫെയർ. റീഡിംഗ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളതും വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റുക അല്ലെ. അത്രയാണ് റീഡിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്റ്റീവ് സ്കിൽ. പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്പീക്കിങ്ങും അതുപോലെ തന്നെ റൈറ്റിംഗും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ഇന്ററാക്ഷൻ ആവാം, നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും ഒരു ഡ്രാമ പോലുള്ള പെർഫോമൻസ് എല്ലാം ആവാം സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പെഷ്യലി സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണ് അല്ലെ. നമ്മളൊരു ഗ്രൂപ്പിന്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനിൽ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു ഡെഫിനറ്റ്ലി അതൊരു സോഷ്യൽ ആക്ടിവിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് റൈറ്റിംഗ് സ്കിൽ. റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് അല്ലെ. ഒരു ലെറ്റർ ഫോർമുലേറ്റ് ചെയ്യുക, സ്പെല്ലിങ്സ് ശ്രദ്ധിക്കുക, പങ്ക്ച്വേഷൻ, ഗ്രാമർ, ഇത്തരം എല്ലാ സബ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ അത് കാണുന്നില്ല. നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് കോപ്പി റൈറ്റിംഗ് ചെയ്യാം അല്ലെ. നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്ത് കോപ്പി റൈറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മൾ കോപ്പി റൈറ്റിംഗ് ചെയ്യാം, കർസീവ് റൈറ്റിംഗ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് കുട്ടികളുടെ അടുത്ത് അതിന്റെ ഒരു സമ്മറി എഴുതാൻ പറയാ, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതിലൂടെ എല്ലാം അവരുടെ റൈറ്റിംഗ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലിറ്റററി സ്കിൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസിനെയാണ് കേട്ടോ ലിറ്റററി സ്കിൽസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ നമുക്ക് നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ് അവയർനെസ് ഓഫ് സൗണ്ട് ഓഫ് ലാംഗ്വേജ്, അവയർനെസ് ഓഫ് ടു ഫോം ദ ലെറ്റേഴ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്. നമ്മുടെ ലാംഗ്വേജ് സൗണ്ട്സ് എന്താന്നുള്ളത് മനസ്സിലാക്കാനും ലെറ്റേഴ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാവാനും, ലെറ്ററും സൗണ്ടും തമ്മിൽ ഇപ്പൊ ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ഉണ്ട് അല്ലെ. എന്താ പറയാ, ബി സൗണ്ടിന് ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ സൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ഉണ്ട് അല്ലെ. യുക്ക് നമ്മൾ സൗണ്ട് ആണ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ലെറ്ററും സൗണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കും. സോ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ലിറ്റററി സ്കിൽ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള സ്കിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. ഇനി സ്കിൽസ് ബേസ്ഡ് ഓൺ റീഡിംഗ് ലിറ്ററസി. ഇനി നമുക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് നമ്മുടെ റീഡിംഗിലൂടെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡീകോഡിംഗ് അല്ലെ. നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രിന്റഡ് ഫോമിലുള്ള ഓരോ ലെറ്റേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ സൗണ്ട്സ് മനസ്സിലാക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഫോണിക് അവയർനെസ് അല്ലെ. നമ്മൾ ഓരോ ലെറ്ററും അതിന് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള സൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് ഫ്ലുവൻസി ഇൻ റീഡിംഗ്, വളരെ ഫ്ലുവന്റ് ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ബൈ പ്രോസസിംഗ് റീഡിംഗ്. നമ്മൾ എന്താണ് വായിക്കുന്നത് എന്നുള്ളത്, അതിന്റെ ഉള്ളിലുള്ള മീനിങ് എന്താണ്, ഹിഡൻ മീനിങ് എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും.
അപ്പൊ റീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഒരുപാട് സ്കിൽസ് റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്കിൽസ് ബേസ്ഡ് ഓൺ റൈറ്റിംഗ് ലിറ്ററസി. നമ്മൾ എഴുതുന്നതിലൂടെ അതിൽ എന്തൊക്കെ സ്കിൽസ് ആണ് നമുക്ക് എക്സ്ട്രാ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ is ഏർലി ലിറ്ററസി സ്കിൽസ്, അതായത് ഫോണോളജിക്കൽ അവയർനെസ് അല്ലെ. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും അതിന്റെ സൗണ്ട് എന്താണ്, സൗണ്ട് യൂണിറ്റ് എന്താണ്, എങ്ങനെ ഓരോ കാര്യങ്ങളും ഉച്ചരിക്കണം, അതെങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവയർനെസ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ പ്രിന്റഡ് ഫോം. നമ്മുടെ പ്രിന്റഡ് ഫോമിലുള്ള ലെറ്റേഴ്സ് ഓരോന്നും എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ലിറ്ററസി സ്കിൽസ്. നമ്മുടെ ലിറ്ററസി സ്കിൽസ് ആയിട്ടുള്ള റീഡിംഗ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ടെന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുക അല്ലെ, മോർ നോളേജ് നമ്മൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രൊഡ്യൂസിങ് മൾട്ടി സെൻസറി ലേണിംഗ് ആൻഡ് ടെക്നോളജി. നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ടെക്നോളജി ആയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുക. മേക്കിംഗ് കണക്ഷൻസ് ആൻഡ് വിഷ്വലൈസിങ്. നമ്മൾ എന്ത് കാര്യം കണ്ടാലും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റനിങ് ആൻഡ് ഇൻഫെറിംഗ് അല്ലെ. എന്തൊരു കാര്യം നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. സിന്തസൈസ് ചെയ്യുക, കമ്പൈനിങ് ഐഡിയാസ് ഓവർ ദ കോഴ്സ് ഓഫ് റീഡിങ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളെയും, നമ്മൾ റീഡ് ചെയ്യുന്ന പല കാര്യങ്ങളെയും കമ്പൈൻ ചെയ്ത് അതിലുള്ള ഐഡിയാസിനെ എല്ലാം സിന്തസൈസ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോ ലിറ്ററസി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇത്തരം ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽസും അതിലൂടെ ഇംപ്രൂവ് ആവും. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററസി സ്കിൽസ് അല്ലെ. നമ്മൾ എത്രത്തോളം നമ്മുടെ ലിറ്ററസി സ്കിൽസ് കൂട്ടുന്നോ അത്രത്തോളം നമുക്ക് എന്താണ് നമ്മുടെ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവും. നമുക്ക് വളരെ എന്താ പറയുക, ഒരു പേടിയും ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റും എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിനും എല്ലാം ലിറ്ററസി സ്കിൽസ് സാധിക്കും. സോ നമ്മുടെ റീഡിംഗ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്ററസി സ്കിൽസ് ആണ്. അത് നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റ്, പേഴ്സണൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും എല്ലാം അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഇസ് ലിംഗ്വിസ്റ്റിക് എഡ്യൂക്കേഷൻ. അതായത് വാട്ട് ഇസ് അക്കാഡമിക് ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്. ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. സോഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ informal language used in everyday social face-to-face interactions with family members and friends. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സോഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് ഇല്ലേ, അതിനെയാണ് സോഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ്. അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള ചില സ്ലാങ്സ് ഒക്കെ കൊണ്ടുവരും. അത് ഓരോരുത്തരുടെയും പ്ലേസ് അനുസരിച്ചിട്ട് അവര് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ലാങ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ പ്രധാനമായിട്ടും സോഷ്യൽ ഇന്ററാക്ഷനിലായിരിക്കും നമ്മൾ ഈ ഒരു സോഷ്യൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇൻഫോർമൽ ആണ്, നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. നെക്സ്റ്റ് ഇസ് അക്കാഡമിക് ലാംഗ്വേജ്. അക്കാഡമിക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആണ്, ഫോമൽ ആണ്. അത് നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് കേട്ടോ. അതിന് നമുക്ക് അങ്ങനെ എന്താ പറയാ, കാഷ്വലി അങ്ങനെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല. അതൊരു ക്ലാസ് റൂം സെറ്റപ്പിൽ മാത്രം അല്ലെങ്കിൽ സ്കൂൾ സെറ്റപ്പിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഈ ഒരു അക്കാഡമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ഇൻഫോർമൽ, സെക്കൻഡ് വൺ ഇസ് ഫോർമൽ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് BICS ആൻഡ് CALP സ്കിൽസ്. ഇതെന്താന്നുള്ളത് നോക്കാം. ഇതിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ അക്കോർഡിംഗ് ടു ജിം കമിൻസ്, BICS മീൻസ് ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്. നെക്സ്റ്റ് CALP എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അപ്പൊ എന്താണ് ഈ BICS എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതൊരു കോൺവെർസേഷണൽ പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ. അതായത് ലാംഗ്വേജസ് യൂസ്ഡ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഫോർമൽ ടെക്സ്റ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രിൻസിപ്പളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വളരെ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് അക്വയർഡ് ഇൻ നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി എന്താ പറയാ, proficiency only weekly, one second, include vocabulary of conversation, does not include literacy. Proficiency only weekly correlated with academic success.
acquired in native language, and this is used in the face-to-face communication. Face-to-face communication യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഈ BICS. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു ലിറ്ററസി ഒന്നും ഇൻക്ലൂഡ് ആവുന്നില്ല, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു മെയിൻലി കോൺവേഴ്സേഷനിലാണ് ഈ ഒരു BICS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കില്ല് നമ്മൾ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി കോൺവേഴ്സേഷനിലാണ്. അതും ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺവേഴ്സേഷനിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ CALP എന്തായിരിക്കും? ഇത് ഇൻഫോർമൽ ആണ് കേട്ടോ. ഈ BICS എന്ന് പറയുന്നത് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ്, നമ്മൾ ഒരു സാധാരണ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ് BICS എന്ന് പറയുന്നത്. CALP ആണ് നമ്മൾ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്. ഈ CALP എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇത് അക്വയർ ചെയ്യുക കേട്ടോ. നമ്മുടെ 5 വയസ്സിന് ശേഷമാണ് ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് ഹൈ ലെവൽ ഓഫ് ലിറ്ററസി ആണ്. നമുക്ക് വളരെയധികം നോളേജും ഒരു ലിറ്ററസി കൊണ്ടുവരാൻ ഈ ഒരു CALPക്ക് സാധിക്കും. ഇൻക്ലൂഡ്സ് thousands, 10,000s ഓഫ് സ്പെഷ്യലൈസ്ഡ് വേർഡ്സ്. ഈ ഒരു സ്കില്ല് അക്വയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ആയിരക്കണക്കിന് 10,000 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് അറിയാനും അത് പരിചയപ്പെടാനും പഠിക്കാനും എല്ലാം നമുക്ക് സാധിക്കും. സ്ട്രോങ്ലി കോറിലേറ്റഡ് വിത്ത് അക്കാഡമിക് സക്സസ്. ഈ ഒരു CALP സ്കില്ല് പഠിക്കുന്നതിലൂടെ അക്കാഡമിക്കലി നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ടായിരിക്കും. മറ്റത് വെറും നേറ്റീവ് ലാംഗ്വേജ് ആണ്, അതിലൂടെ അക്കാഡമിക് സക്സസ് ഒന്നും നമുക്ക് BICSലൂടെ ഉണ്ടാവില്ല. CALPയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അക്കാഡമിക് ഇംപ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കും. If the child has no prior schooling, it may be take at least 7 years to develop CALP. ഇനിയും ഒരു എന്താ പറയാ 4 വയസ്സിൽ തന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7 വർഷമെങ്കിലും എടുക്കും ഈ ഒരു CALP സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു നോർമൽ സ്കൂളിംഗ് സെറ്റപ്പിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ 5 വയസ്സ് തൊട്ടേ നമുക്ക് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്, എബ്സ്ട്രാക്റ്റ് ആണ്, ഒരുപാട് കോഗ്നിറ്റീവ്, അതായത് ചിന്തിക്കാനും മെമ്മറി പവർ, നമുക്ക് തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള സ്കിൽസ് എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ അക്കാഡമിക്കലി കുറച്ചും കൂടെ പ്രൊഫിഷ്യൻസി ആക്കുന്നതാണ് CALP സ്കിൽ എന്ന് പറയുന്നത്. BICS എന്ന് പറയുന്നത് ഒരു നോർമൽ ഫേസ് ടു ഫേസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് സ്കില്ലാണ് കേട്ടോ. Okay, next is the last topic, determining if a task or exercise falls within the BICS or CALP. നമ്മളെ മുന്നിൽ വരുന്ന ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു എക്സസൈസോ അത് BICS ആണോ CALP ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോണ്ടെക്സ്റ്റ് എംബഡീഡ് ലാംഗ്വേജ്, അതായത് ലാംഗ്വേജ് ദാറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ കോണ്ടെക്സ്റ്റുവൽ ക്ലൂസ് ഇൻ ദ എൻവയോൺമെന്റ് സച്ച് ആസ് ഒബ്ജെക്ട്സ്, പിക്ചേഴ്സ്, ഗ്രാഫ്, ചാർട്ട്സ്. നമ്മുടെ എൻവയോൺമെന്റിൽ തന്നെയുള്ള പല ഒബ്ജക്ട്സിൽ അല്ലെങ്കിൽ പിക്ചേഴ്സിനെയോ ഗ്രാഫ്സിനെയോ ചാർട്ടിനെയോ ബേസ് ചെയ്തിട്ടുള്ള പല കോണ്ടെക്സ്റ്റിൽ ക്ലൂസ് കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ കോണ്ടെക്സ്റ്റ് എംബഡീഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്ക് മുൻ പരിചയമുള്ള പല കാര്യങ്ങളെയും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ടു ഗെറ്റ് ഇന്റർപേഴ്സണൽ ക്ലൂസ് ടു ഫർദർ കൺസ്ട്രക്ട് മീനിങ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പരസ്പരം ഒരു ഇന്ററാക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ കുട്ടികൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ക്ലൂസ് അവരുടെ സജഷൻസിൽ നിന്നും ഐഡിയാസിൽ നിന്നും ലഭിക്കും ചെയ്യും. അതിലൂടെ അവർക്ക് ഫർദർ ആയിട്ടുള്ള മീനിങ്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് കോണ്ടെക്സ്റ്റ് എംബഡീഡ് ലാംഗ്വേജ്. ഇനി കോണ്ടെക്സ്റ്റ് റെഡ്യൂസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ there are some language clues. Context is usually known only to the author, that is textbook, a novel, a lecture, etc. Context reduced language എന്ന് പറയുമ്പോൾ ക്ലൂസ് വളരെ കുറവായിരിക്കും കേട്ടോ. ഇവിടെ എന്താണ് ആ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് എഴുതിയ ഓതർക്ക് മാത്രമേ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ ആ ഒരു നോവൽ പ്രിപ്പയർ ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ ആ ഒരു ലെക്ചർ പ്രിപ്പയർ ചെയ്ത ആ ഒരു ഓതറിനായിരിക്കും പ്രധാനമായിട്ടും അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താന്നുള്ളത് അറിയുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ക്ലൂസ് വളരെ കുറവായിരിക്കും. ഓക്കെ, കോണ്ടെക്സ്റ്റ് എംബഡിഡ് ആയിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലൂസ് ആൻഡ് കാര്യങ്ങൾ അവർ നമ്മുടെ സറൗണ്ടിങ്സിൽ വെച്ച് തരും. കുട്ടികൾക്ക് തമ്മിൽ ഇന്ററാക്ഷനും കൂടെ സാധ്യതയുള്ളത് കൊണ്ട് അവർക്ക് അതിൽ നിന്നും ഒരു ഫൈനൽ സമ്മറിയിലോട്ട് എത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ കോണ്ടെക്സ്റ്റ് റെഡ്യൂസ്ഡ് ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലൂസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സമ്മറിയിലോട്ട് എത്താൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ഈസ് കോൺസെപ്ച്വൽ ലിറ്ററസി.
കൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്? ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു തിങ്ക് ക്ലിയർലി അബൌട്ട് ദ കൺസെപ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടെ നമുക്കൊരു കാര്യത്തെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെയാണ് കൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതൊരു കോഗ്നിറ്റീവ് സ്കില്ലാണ് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ മെമ്മറിയിൽ വളരെ വ്യക്തമായിട്ട് ഫീഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ് കോൺസെപ്ച്വൽ ലിറ്ററസി. ദ ചിൽഡ്രൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ട്രയാങ്കിൾ. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെ, നമ്മുടെ കുട്ടികൾക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അല്ലെ. അതിന്റെ ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടെയാണ് നമ്മൾ അതിനെ കൺവേ ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്കിൻ ഓഫ് കോംപ്രിഹെൻഷൻ ഓഫ് എ തിങ് by identifying the constituent elements with the use of language. എന്താണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഭാഷയുടെ സഹായത്തോടു കൂടെ വളരെ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. സോ നമ്മുടെ ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് ഏതൊരു കാര്യവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതിനെയാണ് കൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. വളരെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഈ BICS CALP പോലുള്ള സംഭവങ്ങളുടെ ഫുൾ ഫോം എന്താന്നുള്ളത് എന്തായാലും ഓർത്ത് വെക്കുക. എന്താണ് ഹോം ലാംഗ്വേജ്, എന്താണ് സ്കൂൾ ലാംഗ്വേജ്, എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് ലിറ്റററി സ്കിൽസ്, എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരാൾക്ക് വേണ്ട സ്കിൽസ്, എന്തൊക്കെയാണ് LSRW എന്താണ്, പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംപ്രൂവ് ചെയ്യാം, ഡ്രാമയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എസ്സേ റൈറ്റിംഗ് എന്താണ്, സ്റ്റോറി ടെല്ലിംഗ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. വീണ്ടും നമ്മൾ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസും ലാംഗ്വേജ് നമ്മൾ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഇംപ്രൂവ് നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് വീണ്ടും ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ചാപ്റ്റർ ഇസ് ക്ലിയർ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് സെഷനും ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്, എനിക്ക് മെസ്സേജ് ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. Thank you so much.